ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് രണ്ടാം ദിവസം മോർണിംഗ് ടാസ്ക് കഴിഞ്ഞപ്പോൾ അനീഷിനെ എല്ലാവരും എടുത്തങ്ങ് ഒട്ടിച്ചു വെച്ചു. അനീഷിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു ടാസ്ക് ആയിരുന്നു. അനീഷിനെ വല്ലാതെ കളിയാക്കുന്നുണ്ട് എല്ലാവരും. അനീഷ് പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഓവറായിട്ടാണ് കാണിച്ചിരിക്കുന്നത്, ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. എടോ, ഇതിലും മോശമാണോ താൻ ഇതൊക്കെ കാണിച്ചു കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നതെന്ന് ശാരികയും പറയുന്നുണ്ട്. എന്തായാലും അനീഷ് വെസ്റ്റ് കണ്ടസ്റ്റൻസ് എന്നുള്ള രീതിയിലേക്ക് എത്തി. പക്ഷേ അവിടെ ഒരു ചെറിയ വ്യത്യാസം, റെന ഫാത്തിമ അനീഷിനെ സപ്പോർട്ട് ചെയ്യാൻ എത്തി എന്നുള്ളതാണ്. ഇപ്പോൾ ലൈവ് ഫീഡ് കാണുന്നവർക്ക് മനസ്സിലാവും. അവിടെ ഷാനവാസും അഭിശ്രീയും റെന ഫാത്തിമയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ എന്തിനാണ് നാണമില്ലാതെ അനീഷിന് പിന്നാലെ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അയാളുടെ പിന്നാലെ ഒരുപാട് നടന്നിട്ടുണ്ട്, അയാൾക്ക് വേണ്ട ഉപദേശങ്ങളും കൊടുത്തിട്ടുണ്ട്, അയാൾ കേട്ടത് പോലുമില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ പിന്നാലെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിർത്തി. പക്ഷേ അയാൾക്ക് എന്തും പറയാനുള്ള അവസരങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ഉണ്ട്. അതുകൊണ്ട് അയാൾക്ക് പറയാനുള്ളത് പറയട്ടെ. അയാളുടെ പിന്നാലെ നടന്ന് നമ്മളും എന്തിനാണ് അതുപോലെ വായിട്ടലയ്ക്കുന്നത്, നമ്മുടെ എനർജി എന്തിനാണ് വേസ്റ്റ് ആക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ നല്ല രീതിയിലാണ് റെന ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതൊരു പോയിന്റ് തന്നെയാണ്. ഒരാളെ മറ്റുള്ളവരൊക്കെ ചേർന്ന് ഒറ്റപ്പെടുത്തുന്ന പോലുള്ള ഒരു സിറ്റുവേഷൻ വന്നാൽ അത് ആ ഒറ്റപ്പെടാൻ നിൽക്കുന്ന ആൾക്ക് മാത്രമേ ഗുണം ചെയ്യുള്ളൂ. ഇവർ കാര്യം മനസ്സിലാകാതെ എല്ലാവരും ചേർന്ന് അനീഷിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അനീഷ് മാതൃഭാഷയുടെ പിതാവാകാൻ നോക്കണ്ട എന്നാണ് അപ്പാനി ശരത്ത് വിളിച്ചു പറയുന്നത്. നീ മാതൃഭാഷയുടെ പിതാവാകണ്ടട എന്ന് പറയുന്നുണ്ട്. എന്തായാലും ലൈവിൽ അടിപൊളി ദിവസമാണ് ഇന്ന്. യുദ്ധത്തിൻ്റെ കൊടുമ്പിരികൾ ഉയരുന്നൊരു ദിവസം. രാവിലെ തൊട്ട് പൊരിഞ്ഞടിയാണ്.